ഹായ് ഗൈസ്, യു കെയിൽ ട്രക്ക് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ യു കെയിൽ ട്രക്ക് ലൈസൻസ് എടുത്ത ബിഗിനേഴ്സായ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ യു കെയിൽ ട്രക്ക് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യു കെയിൽ മെയിൻലി രണ്ട് കാറ്റഗറി ലൈസൻസുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ക്ലാസ് 1, രണ്ടാമത്തെ ക്ലാസ് 2. ഇനി ഈ ക്ലാസ് 1 കാറ്റഗറിയും ക്ലാസ് 2 കാറ്റഗറിയും എന്താണെന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇനി ക്ലാസ് 1 കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കുലേറ്റഡ് ലോറീനെയാണ് യു കെയിൽ ക്ലാസ് 1 എന്ന് പറയുന്നത്. അതായത് വണ്ടിയുടെ ഹെഡും ബോഡിയും തമ്മിൽ കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും പറ്റുന്ന ടൈപ്പ് വണ്ടികളെയാണ് യു കെയിൽ ക്ലാസ് 1 കാറ്റഗറി ട്രക്കുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്ലാസ് 2 കാറ്റഗറി. ക്ലാസ് 2 കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ ഒരു ചേസിൽ തന്നെ ഉള്ള വണ്ടികൾ, ഡിസ്കണക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റാത്ത ഒറ്റ ചേസിലുള്ള വണ്ടികളെയാണ് ക്ലാസ് 2 കാറ്റഗറി എന്ന് പറയുന്നത്. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചും അല്ലാണ്ടുമായിട്ട് കുറച്ച് സജഷൻസ് ചോദിക്കാറുണ്ട്, ഏത് ലൈസൻസ് ആണ് എടുക്കേണ്ടത്, എങ്ങനെ എടുക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഒത്തിരി പേർക്ക് പറ്റിയേക്കണ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ക്ലാസ് 1 എന്തെന്നോ ക്ലാസ് 2 എന്തെന്നോ അറിയാണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ജോയിൻ ചെയ്യും. അങ്ങനെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ ചെല്ലുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാർ നമ്മളോട് പറയും, നിങ്ങൾ ക്ലാസ് 2 എടുക്ക്, ക്ലാസ് 2 എടുക്കാനായിരിക്കും ഇത്തിരി കൂടി എളുപ്പം, ക്ലാസ് 1 എടുത്തിട്ടുണ്ടെങ്കിൽ ഫെയിൽ ആവാൻ ചാൻസ് കൂടുതലായിരിക്കും, ക്ലാസ് 2 എടുത്ത് ഒന്ന് എക്സ്പീരിയൻസ് ആയതിനു ശേഷം ക്ലാസ് 1 എടുക്കണമായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ എന്ന് അവർ നമ്മളോട് പറയും. ഇത് ഞാൻ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരെ അടച്ചാക്ഷേപിച്ച് പറയണതല്ല, പക്ഷേ യു കെയിൽ ചുരുക്കം ചില ഡ്രൈവിംഗ് സ്കൂളുകാരുണ്ട് ഇതുപോലെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവരുടെ എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്ത്, അപ്പോൾ അവർക്ക് പറ്റിയൊരു അബദ്ധം വേറെ ആർക്കും പറ്റാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഈ കാര്യം ഷെയർ ചെയ്യണത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പുതിയതായിട്ട് ട്രക്ക് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മസ്റ്റായിട്ടും ക്ലാസ് 2വിനേക്കാളും നല്ലത് ക്ലാസ് 1 ലൈസൻസ് എടുക്കുന്നത് തന്നെയാണ്. കാരണം ക്ലാസ് 1 പഠിക്കാനും ക്ലാസ് 2 പഠിക്കാനും ഏകദേശം ഒരു എഫേർട്ട് തന്നെയാണ് നമ്മൾ ഇടുന്നത്. പിന്നെ ക്ലാസ് 1നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവേഴ്സിങ്ങിന് മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ട്. അത് വേണ്ടത്ര ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ മുന്നോട്ട് ഓടിക്കുമ്പോൾ ഏകദേശം രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇതിൽ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് സ്കൂളുകാർ പറഞ്ഞു കേട്ട് ക്ലാസ് 2 നമ്മൾ ആദ്യം എടുത്തെന്ന് വെച്ചോ, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ക്ലാസ് 1 എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇറക്കണ രണ്ടിനും കൂടി നല്ലൊരു എമൗണ്ട് ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോണത്. ഇനി ക്ലാസ് 1 ആണ് നമ്മൾ എടുക്കണമെങ്കിൽ ക്ലാസ് 2വിനേക്കാളും കുറച്ച് എമൗണ്ട് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് 1 എടുക്കാം. ഈ ക്ലാസ് 1 ടോപ്പ് ലൈസൻസ് ആണ് യു കെയിലെ. ക്ലാസ് 1 നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ താഴത്തെ ക്ലാസ് 2 ഓൾറെഡി അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് 2 വണ്ടി വേണമെങ്കിൽ ഓടിക്കാം. പക്ഷെ അതേസമയം ക്ലാസ് 2 ലൈസൻസ് ആണ് നമ്മൾ എടുത്തതെന്ന് വെച്ചോ ചെറിയ വണ്ടിയുടെ, ഒരിക്കലും നമുക്ക് വലിയ വണ്ടി ക്ലാസ് 1 ഓടിക്കാൻ പറ്റില്ല. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്ലാസ് 2 കാറ്റഗറി ലൈസൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടികളുടെ കാറ്റഗറിയിലാണ് അത് പെടുന്നത്. അപ്പോൾ യു കെയിലെ ചെറിയ വണ്ടികൾ മാത്രമേ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ, വേറെ അതിൻ്റെ മുകളിലോട്ടുള്ള വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അതേസമയം നമ്മൾ ക്ലാസ് 1 കാറ്റഗറി ലൈസൻസ് ആണ് എടുക്കണമെങ്കിൽ ട്രക്കിൻ്റെ ഏറ്റവും ടോപ്പ് ലൈസൻസ് ആണ് യു കെയിലെ നമുക്ക് കിട്ടണത്. അപ്പോൾ അത് വെച്ചിട്ട് ടോപ്പ് വണ്ടികളായ ഏറ്റവും വലിയ വണ്ടികൾ മുതൽ താഴത്തോട്ടുള്ള ഏത് ചെറിയ വണ്ടികൾ വരെയും ഓടിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് യു കെയിൽ ട്രക്ക് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും ക്ലാസ് 1 കാറ്റഗറി എടുക്കാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യണത്. നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേരണേക്ക് മുന്നേ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം തന്നെ കാണുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ ഓടിപ്പോയി നിങ്ങൾ ഒരിക്കലും ജോയിൻ ചെയ്യരുത്. പകരം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള 1, 2, 3 ഡ്രൈവിംഗ് സ്കൂളുകളിലൊക്കെ നമ്മൾ എൻക്വയറി ചെയ്യണം. ആദ്യം തന്നെ മെയിനായിട്ട് നമ്മൾ എൻക്വയറി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ലൈസൻസിന് വേണ്ടി പഠിച്ചിറങ്ങാൻ എത്ര പൗണ്ട് വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർ നമുക്ക് എത്ര ദിവസത്തെ ക്ലാസ്സാണ് തന്നെ എന്ന് വെച്ചാൽ എത്ര മണിക്കൂർ ക്ലാസ്സാണ് നമുക്ക് തന്നെ എന്നുള്ളതും, തിയറി എക്സാം പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽ അവർ തരുമോ എന്നുള്ളതും, അതുപോലെ തന്നെ എക്സാമുകൾ ബുക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതും, ഒരു തവണ എങ്ങാനും പ്രാക്ടിക്കൽ എക്സാം നമ്മൾ ഫെയിൽ ആവുകയാണെങ്കിൽ രണ്ടാമത്തെ ടെസ്റ്റ് എടുക്കാൻ എത്ര വരും എന്നുകൂടി നമ്മൾ ചോദിച്ചറിയണം. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പലയിടത്തും ടോട്ടൽ പാക്കേജിൽ റേറ്റ് കുറവായിരിക്കും, പക്ഷേ റീടെസ്റ്റിന് ഭയങ്കര റേറ്റ് ആയിരിക്കും. കാരണം അങ്ങനെ ഒരുപാട് പേർക്ക് പറ്റിയതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയതിന് ശേഷമാണ് നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പല ഡ്രൈവിംഗ് സ്കൂളുകാരും നമ്മളവിടെ ചേരാൻ വേണ്ടിയിട്ട് അവർ നമ്മളോട് പറയും, ഞങ്ങൾ ഇവിടുന്ന് പ്ലേസ്മെൻറ്റ് തരാമെന്ന്. പക്ഷേ യു കെയിൽ ചുരുക്കം ചില റെയറായിട്ട് വല്ല ഡ്രൈവിംഗ് സ്കൂളുകാർ കൊടുത്താലുള്ളൂ പ്ലേസ്മെൻറ്റ്. അതല്ലാതെ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാർക്കും അങ്ങനെ ഡയറക്റ്റ് പ്ലേസ്മെൻറ്റ് കൊടുക്കാനില്ല. അവർ വല്ല ഏജൻസികളെ നമുക്ക് പ്രിഫർ ചെയ്യുള്ളൂ. ഏതെങ്കിലും ഏജൻസികളുടെ പേര് തരും, അല്ലെ ആ ഏജൻസി പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നൊക്കെ പറയുള്ളൂ നിലവിൽ. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ആ ഡ്രൈവിംഗ് സ്കൂളൊന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്.